ഞാൻ രാഷ്ട്രീയ രംഗത്തേക്ക് പോയിരിക്കുന്നു. അപ്പോൾ വീട്ടിലെൻ്റെ സാന്നിധ്യം ഉണ്ടാവും. ആ നിലയിൽ ആവശ്യമില്ലാത്ത തരം ഇപ്പോൾ മോള് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അമ്മ മരിച്ചിരിക്കണു എന്ന് പറഞ്ഞ് ഫോൺ കോള് ഇവിടെ വന്നാലോ എങ്ങനെ ഇരിക്കും അത്? അല്ല, ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. ആ രീതിയിലാണ് രാഷ്ട്രീയ രംഗത്തെ അനാവശ്യമായിട്ടുള്ള ഏർപ്പാടുകൾ. അത് വനിതകൾക്ക് മാത്രമാണോ പുരുഷന്മാർക്കും ഇതുണ്ടാവുമെന്ന് എനിക്കറിയില്ല. വനിത ആയതുകൊണ്ടാണോ എൻ്റെ കുടുംബത്തിൻ്റെ സ്വസ്ഥത കെടുത്തത്തക്ക രീതിയിലുള്ള ഇത്തരം ഫോൺ കോളുകളോ വ്യാഖ്യാനിക്കലുകളോ ഉണ്ടായിട്ടുള്ളതൊന്നും എനിക്കറിയില്ല. ഞാൻ തിരുവനന്തപുരത്തുള്ള എപ്പോഴാണ് തിരുവനന്തപുരത്തേക്ക് ഞാൻ പോയിരിക്കാൻ 3-4 ദിവസം കഴിഞ്ഞിട്ടൊക്കെ എങ്ങാനും ഞാൻ വരുവുള്ളായിരുന്നിരിക്കും. അപ്പോഴാണ് പെട്ടെന്നൊരു അറ്റാക്ക് വന്നു എന്നാണ് പറയണത്. എനിക്ക് വിഷമമുണ്ട് അറിയിക്കാൻ എന്ന് പറഞ്ഞ് അറിയിപ്പ് വന്നാൽ എങ്ങനെ ഇരിക്കും? അതുപോലത്തെ. പക്ഷെ അതാണോ ഏറ്റവും ദുഃഖിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ആണോ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ആ ചോദ്യം ഞാൻ വിടുകയാണ്. അതിപ്പോൾ ജീവിതത്തിൽ അങ്ങനെയല്ലേ, നമുക്ക് സുഖകരങ്ങളും ഈ ആരക്കാലുകൾ ഇങ്ങനെ വട്ടം കറങ്ങില്ലേ, അപ്പോൾ താഴെയുള്ളത് ഇങ്ങനെ കറങ്ങുമ്പോൾ മുകളിലുള്ളത് താഴെ വരും. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം കാണൂ നരേറ്റീവ് യൂട്യൂബ് ചാനലിൽ.